നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അഭിനയിച്ച് എയറിലായ ചില സീനുകളെ പറ്റിയാണ്. ലിസ്റ്റിലായത് മണിക്കൂട്ടനാണ്. പല മലയാള സിനിമകളിലും മണിക്കൂട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. കരിയറിന്റെ തുടക്കത്തിൽ മലയാളത്തിലെ മികച്ച സിനിമകളിലൊന്നായ അങ്ങാടി എന്ന സിനിമയിലെ ജയൻ അഭിനയിച്ച ഈ ഒരു മാസ് സീൻ മണിക്കൂട്ടനും ടീമും ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. എന്നാൽ അടുത്ത കാലത്ത് ഈ ഒരു സീൻ ഫുൾ എയറിലായിരുന്നു. Maybe we are poor, coolies, trolley pullers, but we are not beggars. My cultureless creature. Stop it, you high-tech snob. Who do you think you are? An angel from heaven? Nelathikadi venne. Some people are wise, some otherwise. I fear you belong to the second category. Try to behave humanly. അടുത്തത് ശ്രുതി ഹാസനാണ്. ശ്രുതി ഹാസൻ അഭിനയിച്ച പല സീനുകളും എയറിലാവാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലിസ്റ്റിലുള്ളവരെല്ലാം എയറിലായിരുന്നു. ആക്ടിങ്ങിന്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, ഡബിങ്, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് ഇതെല്ലാം തന്നെ റീസൺ ആണ്. എന്തൊക്കെയായാലും ശ്രുതി ഹാസന്റെ ഏറ്റവും കൂടുതൽ എയറിലായിട്ടുള്ളത് ഈ ഒരു സീനാണ്. ഓൾറെഡി എയറിലായ സീനുകൾ ഡബിങ് കൂടിയാവുമ്പോൾ വളരെ ദയനീയമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ഒരു ടൈമിൽ തിയേറ്ററിൽ ഡബ് ചെയ്തിറക്കിയാൽ ആളുകൾ തിയേറ്ററിന് തീയിട്ടുന്നവർ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്ത് പറ്റി? പബ്ബിന് പോയില്ലേ ഇന്നലെ? കണ്ണോട് അടുത്തത് കീർത്തി സുരേഷാണ്. കീർത്തി സുരേഷ് മികച്ചൊരു നടിയാണെങ്കിലും ചില സിനിമകളിലെ സീനുകൾ ചെറിയ രീതിയിൽ എയറിലാവാറുണ്ട്. തോടരി എന്ന സിനിമയിൽ ചില സീനുകൾ ആ ഒരു ടൈമിൽ വലിയ രീതിയിൽ തന്നെ ട്രോളുകൾ വന്നിരുന്നു. അത് വെച്ചിടിക്കല്ലേ, അത് വാക്കിട്ട് നോക്കിയാ പൊട്ടോ തന്നാണ്ടല്ലോ. അടുത്തത് കൈലേഷ് എന്ന നടനാണ്. കൈലേഷ് യഥാർത്ഥത്തിൽ ഒരു മികച്ച നടനാണ്. എന്നാൽ ചില സീനുകൾ എയറിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സീൻ. സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോലിടത്തെ ശ്രീകുട്ടൻ തമ്പുരാനും മാത്രമേ ഉള്ളൂ. കേട്ടോ, സഖാവ് ശേഖര തമ്പുരാന്റെ മകൾ ഗൗരി, ഗൗരി ഗായത്രി ഈ ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ പെരിങ്ങോട്ടുകര ദേശത്തെ വാഴും കോവിലിടത്ത് ഈ ശ്രീകുട്ടൻ തമ്പുരാൻ കല്യാണം കഴിക്കാൻ പോവാ. അതിനാരൊക്കെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല, പറഞ്ഞേക്കാം. അടുത്തത് ശങ്കറാണ്. ശങ്കറും വളരെ മികച്ച ഒരു ആക്ടറാണ്. എന്നാൽ മസ്താൻ ഭായി എന്ന ക്യാരക്ടർ അടുത്ത കാലത്ത് ഇൻസ്റ്റാ റീൽസിൽ വലിയ രീതിയിൽ എയറിലായി. ഇത് സിനിമയുടെ ഡയറക്ഷന്റെ സ്ക്രിപ്റ്റിന്റെയും കുഴപ്പമാണ്. ഞാൻ മസ്താൻ, കോഴിക്കോട്ട് അങ്ങാടിയിൽ 8 അണയ്ക്ക് വേണ്ടി തെണ്ടി നടന്നിരുന്ന പാവപ്പെട്ട മുല്ലാക്കയുടെ മകൻ മസ്താൻ. കള്ളക്കടത്തുകാരനായത് 3 പെങ്ങന്മാരെ കെട്ടിച്ചുവിടാൻ. ഈ ജീവിതത്തിലെ വേഷം കള്ളക്കടത്തുകാരൻ്റെതായതുകൊണ്ട് മസ്താൻ വിവാഹവും വേണ്ടെന്ന് വെച്ചു. അടുത്തത് DSP എന്ന സിനിമയിലെ അനു കീർത്തിയാണ്. ഈ ഒരു സീൻ വലിയ രീതിയിൽ എയറിലായി. ഇവിടെ ഡയറക്ഷൻ മിസ്റ്റേക്കും ഉണ്ട്. നോർമലി ഇങ്ങനെ വണ്ടി ഇടിച്ചാൽ ഒന്നല്ലെങ്കിൽ ബോധം പോവും, മിനിമം ഏതൊരു സിനിമയിലും ഒരു പരിക്കെങ്കിലും പറ്റും. ഈ ഒരു സീനിൽ എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. பாஸ் பாஸ் எனக்கு ஒன்றும் அடியில பாஸ், நான் நல்லா பக்கத்துல வீடு வரைக்கும் போயிட்டு வரணும் பாஸ், கொஞ்சம் அர்ஜென்ட்டா பாஸ், ப்ளீஸ் பாஸ், ப்ளீஸ் பாஸ், புரிஞ்சுக்கோங்க பாஸ், ப்ளீஸ் பாஸ். അടുത്തത് പൂജ ഹെഗ്ഡെയാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളിലും പൂജ ഹെഗ്ഡെ എയറിലാണ്. അടുത്തത് ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ മികച്ച നടന്മാരാണെങ്കിലും ഇതിലെ ക്യാരക്ടേഴ്സ് മുഴുവൻ എങ്ങനെ പോയാലും എയറിലായിരുന്നു. I am Kuttaps, short name of Kuttapan, a third generation of humanoid robot with artificial intelligence. മണ്ണിന്റെ മണമുള്ള ഭൂമി. കിം 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 കിം. ഉണരൂ ഉണരൂ, സമയമായി മണി 7. കിം 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 കിം. ഇല്ലത്തിൽ Great Einstein showed us that the speed of light within a vacuum is the same no matter the speed at which an observer travels. ഇവിടെ നിന്ന് അരക്കാതം ദൂരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇളന്തർ മഠത്തിലേക്ക്. കഥക തുറന്ന് കാത്തിരുന്നിട്ടും
ചന്തു ആങ്ങളെ എന്തേ വന്നില്ല? എനിക്കൊന്ന് കിടക്കണം. പശും പാല്, നല്ല പശും പാല്, ധോണി കുടിച്ച് 6 അടിക്കണ പശും പാല്, കാണാതെ ഒളിച്ചിരിക്കും കാക്കക്കുറുമ്പി നിന്നെ കള്ളിപ്പെണ്ണെന്ന് വിളിക്കും. അടുത്തത് കല്യാണി പ്രിയദർശനാണ്. കല്യാണി പ്രിയദർശന് അടുത്ത കാലത്ത് എയർലൈൻ. ഈ മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് നിന്ന് ഉയർത്തിയടിച്ച പന്ത് സൂപ്പർ മോഹൻ നീട്ടിയടിച്ച പന്തൊരു ചൂണ്ടമാരി നീട്ടിയ കാലം നോക്കി ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി കുടുങ്ങിക്കുമ്പോ സ്കൂട്ടർ എടുത്ത് വെട്ടി ഒഴിഞ്ഞ് കാറിന്റെയും ബസിന്റെയും ഇടയിൽ കൂടി ശ്വാസം പന്തും കൊണ്ട് പൂമ്പാറ്റിനെ പോലെ പാറിപ്പറക്കും. അമരീഷ് പുരിയുടെ കൊള്ള സംഘം, ലൈറ്റൊക്കെ മിന്നണ കൊള്ള സംഘം, മുണ്ടാൻ പറ്റാത്ത കൊള്ള സംഘം, വെടിവെച്ച് കളിക്കണ കൊള്ള സംഘം. കാലും ഒരുപോലെ പന്ത് തൊടണ കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ്ക് തുളച്ചിപ്പം മുഴങ്ങിയത്. ആ ബോൾ ഗ്രൗണ്ടിലേക്ക് വെക്കുന്ന നോക്കി വേറെ കണക്കൂട്ടിയുടെ എക്സ്പെരിമെന്റിനായി ടെസ്റ്റ് ട്യൂബ് വെക്കുമ്പോൾ ഒരു അൾത്താരിയിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ ആ ബോൾ വെച്ച് ഫ്രീ കിക്ക് എടുക്കാൻ പിന്നിലേക്ക് മാറാണ്. ഏറെ പിന്നിലേക്ക്, ഇനിയും പിന്നിലേക്ക്, ആ ബോളിലേക്ക് ഓടിയെത്തുന്നത് ഇടംകാൽ കൊണ്ടൊരു മഴവിൽ. മമ്പറം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം. ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കുറ്റത്തെ കടപുഴക്കാൻ കഴിയടാ എന്ന ഇടമെങ്കിലും ഇടനല്ല അതിരിച്ചു ചെയ്തു. ഇടംവലം കാലുകൊണ്ട് കാഞ്ച് വെച്ച് ഇടത്തെ എതിരാളിയുടെ ഇടനെഞ്ച് തകർത്ത് പടവെട്ടി പോരാട്ടം നടക്കും. അഖിലേന്ത്യൻ സെവൻസിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല അതുക്കും മേലെ കാൽപന്ത് കളി വെന്തുമറിയുന്ന ഒരു ബിരിയാണി ചെമ്പായി മാറാണ് ഉമ്മടി മൈതാനം. ശ്വാസം ഒന്ന് നീട്ടിവിട്ടോളി. ആവേശപ്പോരിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. 3 പ്രതിരോധക്കാരെ വെട്ടിപ്പാഞ്ഞ് മുന്നോട്ട് പോവാൻ നോക്കണ ആഷിക. പന്ത് വായന കണ്ട് ഇരിപ്പുറയ്ക്കാതെ ഗാലറിയിലുണ്ട് റാഫിക്. പോർക്കളം തിരിച്ചു പിടിക്കുന്ന സമുറായി പോരാളിയെ പോലെ കളി തിരിച്ചു പറയുന്നു. അടുത്തത് കാവ്യ മാധവനാണ്. കാവ്യ മാധവൻ നമുക്കറിയാം വളരെ മികച്ചൊരു നടിയാണ്. എങ്കിലും കിലുക്കം കിലുകിലുക്കം എന്ന സിനിമയിൽ ഈ ഒരു പെർഫോമൻസിലൂടെ ഇന്നും എയർലാവും. എന്റെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് കൊണ്ടല്ലേ വരച്ചേ. നിനക്കെന്താ ചെയ്ത? പോടാ, ഞാൻ ഈ ഭിത്തി മുഴുവൻ വരയ്ക്കും. നീ എന്താ ചെയ്യാ? കല്യാണം കഴിക്കുമെന്ന്. അപ്പൊ ഞാൻ ചൂടായി. അപ്പൊ ദേ ഈ മരം കൊണ്ട് എന്റെ അടുത്ത് ഗെറ്റ് ഔട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പട്ടീന്ന് വിളിച്ചു. അടുത്തത് രശ്മികയാണ്. ചുരുക്കം ചില സിനിമകൾ ഒഴികെ ഭൂരിഭാഗം സിനിമകളിലും രശ്മിക എന്ന എയറിലാണ്. ലേറ്റസ്റ്റ് ഇറങ്ങിയ പുഷ്പ 2ലും അങ്ങനെ തന്നെ. പൂച്ച ഞാൻ കെട്ടാൻ പോകുന്നത്. കൂട്ടുകാരികള് പറഞ്ഞു ഇതെളുപ്പം